നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സഹായ വിതരണത്തിന് അർഹരായവരുടെ പട്ടിക തയ്യാറാക്കും. പറഞ്ഞത് തന്നെ സൗദി ചെയ്യും. സൗദിയിൽ കോവിഡ് ബാധിച്ച് മരിച്ച ആരോഗ്യ പ്രവർത്തകർക്കുള്ള പ്രത്യേക ധനസഹായം വിതരണം ചെയ്യുമെന്നുള്ള പ്രഖ്യാപനത്തിന് പിന്നാലെ ഇതാ സമിതിയും രൂപീകരിച്ചു. സഹായ വിതരണത്തിന് അർഹരായവരുടെ പട്ടിക തയ്യാറാക്കുന്നതിനും ധനസഹായം നൽകുന്നതിനുമുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനുമാണ് സമിതി പ്രവർത്തിക്കുക. ദിവസങ്ങൾക്ക് മുൻപാണ് സൗദി മന്ത്രിസഭ കോവിഡിനെ തുടർന്ന് ജീവൻ നഷ്ടപ്പെട്ട ആരോഗ്യ പ്രവർത്തകരുടെ ബന്ധുക്കൾക്ക് പ്രത്യേക ധനസഹായം പ്രഖ്യാപിച്ചത്. സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭയാണ് സഹായ പ്രഖ്യാപനം നടത്തിയത്. ഈ പ്രത്യേക ധനസഹായം വിതരണം ചെയ്യുന്നതിനാണ് സമിതി രൂപീകരിച്ചത്. ഒപ്പം അർഹരായവരുടെ പട്ടിക തയ്യാറാക്കുന്നതിനും സഹായം വിതരണം നടത്തുന്നതിനുമാണ് സമിതി പ്രവർത്തിക്കുക. ആരോഗ്യ മന്ത്രാലയം, സൗദി ഹെൽത്ത് കൗൺസിൽ, ധനകാര്യ മന്ത്രാലയം, മാനവ വിഭവ ശേഷി മന്ത്രാലയം എന്നീ വകുപ്പുകളുടെ പ്രതിനിധികൾ ഉൾപ്പെടുന്നതാണ് സമിതി. കോവിഡ് ബാധിച്ച് മരിച്ച മുഴുവൻ ആരോഗ്യ പ്രവർത്തകരുടെയും കുടുംബത്തിന് 5 ലക്ഷം റിയാൽ വീതം നൽകാനാണ് തീരുമാനം. സർക്കാർ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നതിനിടെ കോവിഡ് ബാധിച്ച് മരിച്ചവരെല്ലാം ആനുകൂല്യത്തിന് അർഹരായിരിക്കും. മരിച്ച മലയാളി ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ആനുകൂല്യം ലഭിക്കും. ഇന്ത്യൻ രൂപയിൽ കണക്കാക്കുമ്പോൾ 1 കോടിയോളം രൂപ വരും നഷ്ടപരിഹാരം. സൗദിയിൽ കോവിഡ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത മാർച്ച് മുതൽ മരിച്ച എല്ലാവർക്കും ആനുകൂല്യം ഉണ്ടാകും. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.